ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറി സച്ചൻ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലുണ്ടാകുന്ന ചില അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്, ആധാരം ബൈബിളും. ഇത് ഞാൻ പറയാൻ കാരണം, ചില മതവിഭാഗങ്ങൾ അവരുടെ അടിസ്ഥാനം മതഗ്രന്ഥമായിട്ടും ആ മതഗ്രന്ഥത്തിൽ പറയുന്നതിനപ്പുറം എന്ത് ചെയ്താൽ അതെല്ലാം കുറ്റവുമായിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ ആ മതത്തിൽ വിശ്വസിക്കാത്തവരെ കൊന്നുകളയുകയും അവരെ കൊല്ലണമെന്ന് ചിന്തിക്കുകയും അവരൊക്കെ ദൈവത്തിൽ നിന്നുള്ളവരല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ധാരാളം അനുഭവം നമ്മുടെ മുമ്പിൽ ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ചില കൾട്ട് വിഭാഗങ്ങൾ പോലും അത്തരം ചിന്തകൾ വെച്ച് പുലർത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും. വിശുദ്ധ വേദപുസ്തകം മുഴുവൻ ദൈവവചനമാണ്. വിശുദ്ധ വേദപുസ്തകം മുഴുവൻ ദൈവവചനമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അതിന് കാരണം, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവവചനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ദൈവവചനമുണ്ട്. എന്നാൽ അബ്രഹാം കിടന്നുറങ്ങിയെന്നോ ദാവീദ് ഉലാത്തിയെന്നോ ശിഷ്യന്മാർ വല നെയ്തുകൊണ്ടിരുന്നുവെന്നോ പിശാച് ഭൂമി മുഴുവൻ ഊടാടിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം പരിശോധിച്ചാൽ അത് ഊടാടി നടന്നിട്ട് ദൈവസന്നിധി ചെന്ന് നിന്നു എന്ന് പറയുന്നതൊന്നും ദൈവവചനമല്ല. അതവിടെ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്നാൽ നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വച്ചില്ലേ എന്ന് ദൈവമായ കർത്താവ് ചോദിക്കുന്നത് ദൈവവചനമാണ്. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ യേശുക്രിസ്തു വിളിക്കുന്നത് ദൈവവചനമാണ്. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളുണ്ട്, എല്ലാം പെടുന്നതാണ്. ഭരണരീതികളുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ ദൈവവചനവുമുണ്ട്. ഇതാണ് വിശുദ്ധ വേദപുസ്തകം. ഇതിനെ തിരിച്ചറിയുക. വിശുദ്ധ വേദപുസ്തകത്തെ എങ്ങനെ മനസ്സിലാക്കണം? വായിച്ചാൽ പോരാ. വായിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, പക്ഷെ വായിച്ചാൽ പോരാ, ധ്യാനിക്കണം. വാക്യം പ്രതി വാക്യമായിട്ടും വചനം പ്രതി വചനമായിട്ടും അതിനെ ധ്യാനിക്കുക. ശുദ്ധമുള്ളവനായ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകവചനത്തെ ഏകവചനമായിട്ടും ബഹുവചനത്തെ ബഹുവചനമായിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയണം. പലപ്പോഴും കേട്ടുകേഴ്വിയാണ് ക്രിസ്തീയ വിശ്വാസികൾ വചനത്തെ കൊണ്ടുനടക്കുന്ന ചിന്താരീതികൾ. കേട്ടുവഴിയിലാണ്. ഉദാഹരണത്തിന്, ആദാമിനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ മണ്ണ് കുഴച്ചെന്ന് പറയും. മണ്ണ് കുഴച്ചു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. ഏത് വശത്ത് കടന്ന കള്ളനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പോയെന്ന് ചോദിച്ചാൽ വലതുവശത്ത് കടന്നതെന്ന് എടുത്ത വായിലേ നമ്മൾ പറയും. പക്ഷേ വലതുവശത്ത് കടന്ന കള്ളനാണ് സ്വർഗ്ഗത്തിൽ പോയെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. പിന്നെ യേശുക്രിസ്തുവിനെ കന്നുകാലിക്കൂട്ടിൽ പ്രസവിച്ചു എന്ന് പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കന്നുകാലിക്കൂട്ടിൽ പ്രസവിച്ചു എന്ന് ബൈബിളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതറിയാതെ നാം അതിനെ അങ്ങ് വ്യാഖ്യാനിച്ചു പോകും. അതുപോലെ തന്നെ ഒട്ടകം സൂചിക്കുഴലിൽ കിടക്കുന്നു. ഒട്ടകമെന്നല്ല, ആലാത്ത് എന്നുള്ളതാണ് ശരിയായ. ഒട്ടകത്തിനും ആലാത്തിനും ഏകദേശം സാമ്യമുള്ള വാക്കുകളാണ് അരാമിക് സുറിയാനിയിൽ ഉള്ളത് കൊണ്ട് വ്യാഖ്യാനിച്ചവരും എഴുതിയവർക്കും ഒരു കുത്തോ കോമയോ പുള്ളിയോ മാറിപ്പോയാൽ അർത്ഥവ്യത്യാസം വരുന്നൊരു ഭാഷയാണ് അരാമിക് സുറിയാനി അല്ലെങ്കിൽ സുറിയാനി. അപ്പം അതുകൊണ്ട് തന്നെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് ഒട്ടകമായിട്ട് മാറി. എന്നാൽ ആലാത്തെന്ന് പറഞ്ഞാൽ കപ്പൽ വലിച്ചു കിട്ടുന്ന വലിയ വടം സൂചിക്കുഴയുടെ കടക്കുമോ? ഇതാണ് കർത്താവ് ചോദിച്ച ചോദ്യം. അതിനെ ഒരു വിധത്തിലും സമ്മതിക്കാത്തൊരു ഇപ്പോഴും ഒട്ടകമൊന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. നടന്നോട്ടെ, അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നോട്ടെ. ഒട്ടകത്തെ ചുരുട്ടിക്കൂട്ടി സൂചിക്കുഴയെ കൂടെ ഇറക്കി വിടുന്നു. ആ സൂചിക്കുഴയ്ക്ക് വേറെ വ്യാഖ്യാനം കൊണ്ടുവന്ന ആളുകളുണ്ട്. യെരുശലേമിൽ അങ്ങനെ ഒരു ചെറിയ കടന്നു പോകുന്ന വാതിലുണ്ടായിരുന്നു. ആ വാതിലിനെ ഉദ്ദേശിച്ചാൽ പറഞ്ഞ് അതിന് സൂചിക്കുഴ എന്നാ പറയുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് കാണാം. അതെന്തെങ്കിലും ആട്ടെ. അപ്പം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ തൃത്വത്തിനെതിരെ പറയുന്ന ആളുകളും ധാരാളം ഉയർന്നു വരുന്നുണ്ട്. അതായത് ബൈബിളിൽ അങ്ങനെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുമ്പോഴും അതിനെ തൃത്വമായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിന് ആളത്വമില്ലെന്നാണ് പറയുന്നത്. ആളത്വമില്ല എങ്കിൽ രൂപമെടുക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കാണപ്പെട്ടു, വളർന്ന അഗ്നിനാവിൻ്റെ രൂപത്തിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് രൂപമാണ്. ആ രൂപമെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ആളത്വമുണ്ട്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പിതാവിന് ആളത്വമുണ്ട്, പുത്രന് ആളത്വമുണ്ട്, പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. മൂന്ന് ഗ്രൂമാകളും ഏകമായിരിക്കും. ഈ ഏകമായിരിക്കുന്ന അവസ്ഥ മനുഷ്യ ശരീരത്തിൽ ദേഹം, ദേഹി, ആത്മാവുണ്ട്. ഇത് മൂന്നും കൂടെ ഒരുപോലെ സംയോജിച്ചിരിക്കുമ്പോഴാണ് നാം ജീവിച്ചിരിക്കുന്നു, ജഡപ്രകാരം ജീവിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാൽ ഈ മൂന്നിനെയും ഒരേ സമയം വ്യത്യാസമായിട്ട് നിലനിർത്താനും ഒരുമിച്ചായിരിക്കുവാനും കഴിയുള്ളവനാണ് ദൈവം. വെള്ളത്തിന് വെള്ളമെന്ന അവസ്ഥയുണ്ട്, നീരാവി എന്ന അവസ്ഥയുണ്ട്, ഐസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇതെല്ലാം ആയിരിക്കുമ്പോഴും അത് വെള്ളമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ തൃത്വത്തെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല എന്ന് പല ബൈബിൾ പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ യുക്തിക്കും ചിന്തകൾക്കും അപ്പുറമാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ ശക്തിയും ബലവും. അപ്പം വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു?
അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ ധ്യാനിക്കണം, ഇത് നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നാം എന്ത് ചെയ്യും? മതഗ്രന്ഥം എന്ന കോൺസെപ്റ്റിലേക്ക് തന്നെ മാറ്റിയിട്ട് മതമായിട്ട് വിശ്വാസത്തെ മാറ്റും. അതിൻ്റെ വലിയ പോരായ്മ കിടപ്പുണ്ട്. ഈ പോരായ്മ നമ്മളെ നേർവഴിക്കല്ല നടത്തുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വെറുക്കാനായിരിക്കും പഠിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞത്, നീ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനും പ്രാവിനെ പോലെ നിഷ്കളങ്കനുമായിരിക്കുക. ഏത് പാമ്പ്, ഏത് പ്രാവ്? ഇതിലെ പറന്നു കിടക്കുന്ന പ്രാവോ എഴഞ്ഞു കിടക്കുന്ന പാമ്പോ അല്ല ബുദ്ധിയുടെ അവസാന വാക്കും നിഷ്കളങ്കതയുടെ അവസാന വാക്കും. ബുദ്ധിയുടെ അവസാന വാക്കും നിഷ്കളങ്കതയുടെ അവസാന വാക്കും അതല്ല. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ എന്താണ്? നീ പാമ്പിനെ പോലെ ബുദ്ധി. ഏത് പാമ്പ്? ഏദൻ തോട്ടത്തിൽ ഹൗവായെ വഞ്ചിക്കുവാൻ പിശാച് രൂപമെടുത്ത ബുദ്ധി കാണിച്ച ആ സർപ്പത്തിൻ്റെ ബുദ്ധി. പക്ഷേ ആ ബുദ്ധി നീ എങ്ങനെ പ്രയോഗിക്കണം? കർത്താവ് വിശുദ്ധ മാമോദിസ സ്വീകരിച്ച് കയറി വന്നപ്പോൾ അവിടെ തൃത്വത്തിൻ്റെ സമ്മേളനം നടന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പിതാവാൻ ദൈവത്തിൻ്റെ ആ വലിയ സ്വരം കേട്ട സമയത്ത് പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൽ പറന്നാവസിച്ച ആനും ആ പരിശുദ്ധാത്മാവ് രൂപം കണ്ടതായ ആ പ്രാവിനെ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദർശിച്ച എങ്ങനെയാണ്? പ്രാവ് രൂപത്തിൽ. ആ പ്രാവിൻ്റെ ബുദ്ധി, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിഷ്കളങ്കതയോടുകൂടി നീ അതിനെ വിനിയോഗിക്കണം. അതായത് ശരിയും തെറ്റിനെ കൃത്യമായി നിർണയിച്ച് മനസ്സിലാക്കുവാൻ നിനക്ക് കഴിയണം എന്നതാണ്. ആണ് പ്രാവിൻ്റെ നിഷ്കളങ്കതയും പാമ്പിൻ്റെ ബുദ്ധിയും എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ വചനത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനുണ്ട്. അത് മനസ്സിലാക്കുവാനും സാധിക്കും. ചില കൾട്ട് വിഭാഗങ്ങൾ പലപ്പോഴും മതമാണ്, മതഗ്രന്ഥമാണ് വലുത് എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന മറ്റ് ചില വിശ്വാസ സമൂഹങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കൊല്ലും, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവനൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. വിശുദ്ധ വചനത്തിൽ യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു സ്ഥാപിച്ചത് ഒരു ജീവിത രീതിയാണ്. സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, വിട്ടുവീഴ്ചയുടേത്, കരുണയുടേത്, ദയയുടേത്, ദാനത്തിൻ്റെ, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ജീവിത രീതി. അതായത് നീ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ ജീവിത രീതിയാണ് യേശുക്രിസ്തു കാണിച്ചത്. പലപ്പോഴും ക്രിസ്ത്യാനിയുടെ മാത്രമാണ് യേശുക്രിസ്തു എന്ന ജീവനുള്ള ദൈവം എന്ന് വിശ്വസിക്കുന്നു. സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഈ തൊഴുത്തിലില്ലാത്ത അനേക ആടുകളും എനിക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഇതിനെയൊന്നും തിരിച്ചറിയാത്ത ആളുകൾ പറയും, അയ്യോ ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്നെങ്കിലേ രക്ഷയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ജീവിതം നയിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ നിത്യജീവൻ്റെ അവകാശവുമുണ്ട്. അല്ലാത്തവർക്ക് അവനവനാൽ പ്രവർത്തിക്കപ്പെട്ടവയെക്കുറിച്ച് കാരണം ബോധിപ്പിച്ചുകൊണ്ട് ഉള്ള എൻട്രിയുമുണ്ട്. ഇത് കൃത്യമാണ്. ഇത് വചനം പറയുന്നുണ്ട്. യേശുക്രിസ്തു നല്ല ശമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോഴും ജ്ഞാനക്കാരിയോടും ശമരിയാക്കാരത്തിയോടും ഒക്കെ കർത്താവ് വചനം പറഞ്ഞപ്പോഴും ഒക്കെ അത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശുദ്ധമുള്ളവനായ പൗലോസ്ലീഹ പറഞ്ഞ പോലെ നീ ഏകവചനത്തെ ഏകവചനമായിട്ടും ബഹുവചനത്തെ ബഹുവചനമായിട്ടും ഗ്രഹിക്കുകയും വചനത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ജീവനുള്ള ദൈവമായ കർത്താവായ യേശുക്രിസ്തു നിൻ്റെ കൂടെ ഇരുന്ന് നിന്നോട് കൂടെ വർത്തിക്കും. അങ്ങനെ ആയിരിക്കണം. അതാണ് വചനം പറയേണ്ടത്. വചനം പറയേണ്ട രീതികളും അങ്ങനെയാണ്. പല ആളുകളും അതിനെ ആ തരത്തിലല്ല കാണുന്നത്. ഏകപക്ഷീയമായി എൻ്റെ ഭാഗം, എൻ്റെ സഭ, അല്ലെ എൻ്റെ വിശ്വാസ രീതികൾ അത് മാത്രം ശരിയുള്ളെന്ന് പറയും. അത് അവനവനനുസരിച്ച്, അതായത് എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ വചനത്തെ അങ്ങ് വ്യാഖ്യാനിക്കുകയും ചില കാര്യങ്ങളോ ചില വാക്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് ബാധകമല്ല. അങ്ങനെ നമുക്ക് ബാധകമല്ലാത്തതായിട്ടൊന്നുമില്ല. ചില ആളുകൾ നേരെ റിവേഴ്സ് അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൽപ്പനകളനുസരിച്ച് മാത്രം പോകണം. ശാബത്ത് ഇങ്ങനെ രീതിയിൽ ആചരിക്കണം, അല്ലെങ്കിൽ ശാബത്ത് അങ്ങനെ ആചരിച്ചാലേ ശരിയാവുള്ളൂ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ് സ്ത്രീകന്മാർ കൂടി വന്നതും അപ്പം നുറുക്കിയതും ഒക്കെ. അതിനെയാണ് പുതിയ നിയമത്തിൻ്റെ ശാബത്തായിട്ട് കണക്കാക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. ഉയർപ്പാണ് പ്രത്യാശ. ആ ഉയർത്തതാണ് കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി നമ്മൾ കൊടുക്കുന്ന സമർപ്പണവും ത്യാഗവും. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകം. എന്നാൽ ചില ആളുകളങ്ങ്
യഹൂദ പാരമ്പര്യം അനുസരിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ചാൽ മാത്രമാണ് രക്ഷയെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിനോ കഷ്ടാനുഭവത്തിനോ കുരിശ് മരണത്തിനോ അർത്ഥമില്ലാതെ വരും. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് ശരിയായ മാർഗമെന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുകയും അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളെ അനുസരിച്ച് ജീവിച്ച് നിത്യജീവനെ പ്രാപിക്കുന്നവനായി തീരുക. മതത്തിൻ്റെ അനുസാരിയാകാതെ ക്രിസ്തുവിൻ്റെ അനുസാരിയാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.